ഹലോ, നമുക്ക് ഇന്നും കുറച്ച് കോൺവെർസേഷണൽ ബിറ്റ്സ് നോക്കിയാലോ. നമ്മൾ ബേസിക് ഇംഗ്ലീഷ് സെൻറ്റൻസസ് അല്ല എൻ്റെ വീഡിയോസിലൂടെ കാണുന്നത്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ്. ബട്ട് നമുക്ക് ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഐ ഹേറ്റ് ബീങ് റിപ്രോച്ച്ഡ് എന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവർ എന്നെ ശകാരിക്കുന്നത് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഐ ഹേറ്റ് ബീങ് ബ്ലെയിംഡ് അല്ലെങ്കിൽ ഐ ഹേറ്റ് ബീങ് ക്രിട്ടിസൈസ്ഡ്. അതാണ് ഐ ഹേറ്റ് ബീങ് റിപ്രോച്ച്ഡ് എന്നുള്ള ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. സെക്കൻഡ് സെൻറ്റൻസ് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ. എന്നോട് പറയാം, ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഹാപ്പൻ ഇൻസ്റ്റൻറ്റേനിയസ്ലി വിത്തിൻ നോ ടൈം. അത് പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ അത് സംഭവിക്കും, അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കും മുൻപേ അത് സംഭവിക്കും. ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ. അടുത്ത സെൻറ്റൻസ് വരുന്നത് ഐ ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഫേക്കിംഗ് ഇറ്റ് ടിൽ ഐ മേക്ക് ഇറ്റ്. ഐ ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഫേക്കിംഗ് ഇറ്റ് ടിൽ ഐ മേക്ക് ഇറ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യം നമുക്ക് ഇല്ലെങ്കിലും ഉള്ളതുപോലെ പ്രിറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. എനിക്കത് ഇല്ലെങ്കിലും ഞാൻ ഉള്ളതുപോലെ തന്നെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെയാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. ഐ ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഫേക്കിംഗ് ഇറ്റ് ടിൽ ഐ മേക്ക് ഇറ്റ്. അടുത്ത സെൻറ്റൻസ് വരുന്നത് യു ഷുഡ് നോട്ട് ഗെറ്റ് സ്റ്റക്ക് ബൈ എനി പ്രീകൺസീവ്ഡ് അല്ലെങ്കിൽ എനി ഓഫ് ദീസ് പ്രീകൺസീവ്ഡ് നോഷൻസ്. ഒന്നുകൂടെ പറയാം, യു ഷുഡ് നോട്ട് ഗെറ്റ് സ്റ്റക്ക് ബൈ എനി ഓഫ് ദീസ് പ്രീകൺസീവ്ഡ് നോഷൻസ്. ഈ പ്രീകൺസീവ്ഡ് നോഷൻസ് എന്ന് വെച്ചാൽ പ്രിസംഷൻസ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അനുമാനങ്ങൾ അല്ലെങ്കിൽ ചില പറച്ചിലുകൾ അല്ലെങ്കിൽ മുൻവിധികൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഇങ്ങനെയുള്ള ഈ അനുമാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മുൻവിധികൾ കൊണ്ടോ ഒന്നും നമുക്കൊരു തടസ്സം ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കൊരു തടസ്സം നമ്മളവിടെ നിന്ന് പോകരുത്. നമ്മളുടെ ആ ഒരു ആക്ട് അവിടെ നിന്ന് പോകരുത്. ഇതൊന്നും നമ്മളെ സ്റ്റോപ്പ് ചെയ്യരുതെന്ന് പറയില്ലേ. വി ഷുഡ് നോട്ട് ഗെറ്റ് സ്റ്റക്ക് ബൈ എനി ഓഫ് ദീസ് പ്രീകൺസീവ്ഡ് നോഷൻസ്. അടുത്ത സെൻറ്റൻസ് വരുന്നത് while hearing this news I was completely ticked off. while hearing this news I was completely ticked off എന്ന് വെച്ചാൽ I got annoyed or distracted or frustrated എന്നൊക്കെ പറയാം. ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി, അസ്വസ്ഥയായി, അല്ലെങ്കിൽ ദേഷ്യം വരിക, അസ്വസ്ഥത വരിക എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട്, മടുപ്പ് വരിക എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടിക്ഡ് ഓഫ് എന്നുള്ള ഈ ഒരു ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. While hearing this news, I was completely ticked off.